മീനൂസ് ഫാമിലി ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി നമ്മുടെ ഔഷധ സസ്യങ്ങളുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ഒരു ഔഷധ സസ്യം പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ സാധാരണ വെള്ളം കൂടുതലുള്ള ഭാഗത്താണ് ഇത് തഴച്ചു വളർന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കൈതോന്നി എന്നൊക്കെ പല പേരുകളിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇത് സാധാരണ നല്ല നനവുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായി കണ്ടുവരാറുള്ളത്. ഈ സസ്യം സാധാരണയായി ഉപയോഗിക്കുന്നത് നമ്മൾ തലയിൽ തേക്കാൻ എണ്ണ കാച്ചുമ്പോഴാണ്. നമ്മൾ ഈ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആയുർവേദ എണ്ണയിൽ ഒരു വളരെയധികം അടങ്ങിയിരിക്കുന്ന ഒരു സസ്യമാണ് ഈ കൈയോന്നി. ഈ ഇലയിട്ട് കാച്ചിയ എണ്ണ തേക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ താരനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറിക്കിട്ടും. വരണ്ട തലയോട്ടിയിലാണെങ്കിൽ അത്, പിന്നെ ചൊറിച്ചിൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറാൻ സഹായിക്കുന്നു. പിന്നെ നമ്മുടെ മുടി നന്നായിട്ട് വളരെ തഴച്ചു വളരാൻ ഈ എണ്ണ സഹായിക്കുന്നുണ്ട്. കൂടാതെ നരയുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും ഇത് തേച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വേദന സംഹാരികൾ തുടങ്ങിയവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ സസ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന അണുബാധകളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നു. പിന്നെ ഈ എണ്ണ കാച്ചി നമ്മുടെ തലയോട്ടിയിൽ തേച്ച് കുളിക്കുന്നത് കാരണം നമുക്ക് കാഴ്ചശക്തി വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇത് കരളിന് നല്ലൊരു ടോണിക്കായിട്ട് നമ്മുടെ ആയുർവേദത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. പിന്നെ വാതസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം ഉപയോഗിക്കാറുണ്ട്. ഈ ചെടിയുടെ എല്ലാ ഭാഗവും നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിൽ നമ്മൾ എണ്ണ കാച്ചുമ്പോഴെല്ലാം ഇലയുടെ നീരാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. പിന്നെ ഈ ചെടി മുഴുവനായിട്ടും നമ്മൾ കഷായം വെച്ച് കഴിക്കാറുണ്ട്. അത് നമ്മുടെ ഈ ഉദരമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൃമിശല്യമൊക്കെ മാറുന്നതിനും പിന്നെ നമ്മുടെ കരളിനൊക്കെ സംരക്ഷണം കിട്ടുന്നതിനും വേണ്ടിയിട്ട് അങ്ങനെയും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വിട്ടുമാറാത്ത തലവേദനയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ നീര് ഇടിച്ച് പിഴിഞ്ഞ് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിന് പെട്ടെന്ന് ഈ കൈതോന്നി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പൂവാണ്. പിന്നെ ഈ പൂവെല്ലാം ഒന്ന് കൊഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു വിത്ത് പോലെ ഇത് കാണും. അപ്പം ഈ ഇല വെച്ചിട്ടും ഈ പൂവ് വെച്ചിട്ടും നമുക്കിതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാവുന്നതാണ്. പുതുതായി എത്തുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.